ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് ട്രാവലിറ്റ്. നമുക്കറിയാം, ഇപ്പോൾ നല്ല ചൂടുകാലമാണല്ലോ. സാധാരണ ചൂട് തുടങ്ങുമ്പോഴൊന്നും ഇത്ര കനത്ത ചൂടില്ല. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വർഷം തുടക്കത്തിലെ തന്നെ കനത്ത ചൂടാണ്. അപ്പോൾ ആ ചൂടിനെ പ്രതിരോധിക്കാനും നമ്മുടെ ശരീരത്തിനൊരു തണുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ പല തരത്തിലുള്ള പാനീയങ്ങളും നമ്മൾ റോഡരിയിൽ നിന്നും മറ്റുള്ള അതുകളിൽ നിന്നും മേടിച്ച് കുടിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ നോയമ്പ് കാലത്ത് നോയമ്പ് തുറക്കുന്നതിനും അല്ലാതെ നമ്മുടെ ദാഹം അകറ്റാനൊക്കെ ആയിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു ഷെയ്ക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ഷെയ്ക്ക് വേറെ ഒന്നുമല്ല, നമ്മുടെ വീടുകളിലുള്ളത് അതായത് സ്ട്രോബെറിയും ആപ്പിളും ഉപയോഗിച്ചുള്ളൊരു ഷെയ്ക്കാണ്. മറ്റുള്ള ക്രഷുകളോ കെമിക്കൽസോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ സ്ട്രോബെറി ഈ പറഞ്ഞ പോലെ ആപ്പിളും ഉപയോഗിച്ചിട്ടുള്ളൊരു ഷെയ്ക്കാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. പിന്നെ നമ്മുടെ ജോനൂട്ടൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോസൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നു. കുറേ ആളുകൾ നമ്മുടെ ചാനലിലൂടെ ജോനൂട്ടിനെ ഈ പറഞ്ഞ പോലെ ബർത്ത്ഡേ വിഷ് ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളോട് പറയണ്ടല്ലോ, അതാണ് അത്. പിന്നെ ഇപ്പോഴും എടുത്ത് പറയാത്ത നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അറിയാം. അപ്പോൾ അതങ്ങോട്ട് തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാ. ഇവിടെ പാൽ ഓൾറെഡി നമ്മൾ ബ്ലെൻഡറിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇത്രയും പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് മധുരത്തിനനുസരിച്ച് ഇടാം. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മറ്റേ കുരുവില്ലാത്ത സ്വീറ്റ്ലെസ് ബ്ലാക്ക് മുന്തിരി, പിന്നെ ആപ്പിൾ, കുറച്ച് സ്ട്രോബെറി. ഈ സ്ട്രോബെറി ഒരുപാട് ഇടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പുളിയാവും എന്നൊരു ഇതുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ഐസ്ക്രീം, വാനിലയുടെ ഐസ്ക്രീം നമ്മൾ ചേർക്കുന്നുണ്ട്. അത് ഓൾറെഡി ഫ്രിഡ്ജിലാണ്. അത് നമുക്ക് ചേർക്കുമ്പോൾ കാണാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ മിക്സിയുടെ ബ്ലെൻഡർ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിലായിട്ട് ആദ്യം നമ്മളിതാ ഇത്രയും പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്തു. അതിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആപ്പിളും കിവിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സ്ട്രോബെറിയാണേ. സ്ട്രോബെറിയും കൂടെ ചേർത്ത് കൊടുക്കും. പറ്റുന്നുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ ഇത് അടച്ചു. നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒരു ബൗളിനകത്ത് കൂടുതൽ നമ്മൾ എടുത്തിരിക്കുന്ന ആപ്പിളാണ്. ഒരു 1.5 ആപ്പിളും ഒരു 6-7 സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ സ്ട്രോബെറി ആപ്പിൾ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇത് അടിച്ച് നല്ല പതഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് പകർത്തി ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ഷേക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട്, മാക്സിമം ഒരു 10 മിനിറ്റ് കൂടെ റെഡിയാക്കി എടുക്കുന്ന സാധനമാണ്. നമ്മൾ അതിലേക്ക് വാനിലയുടെ സ്കൂപ്പ് ഐസ്ക്രീമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളെല്ലാം അത് നോക്കിയപ്പോൾ തീർന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഓർഡറിൻ്റെ ബാലൻസ് കൊണ്ടുവന്ന ഐസ്ക്രീം, കപ്പ് ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൽക്കാലം ഇതിലേക്ക് യൂസ് ചെയ്തേക്കുന്ന അതാണ്. ഐസ്ക്രീമിലല്ല, ചെയ്യുന്ന ഈ രീതിക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് നമ്മൾ അതിനകത്തേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് സ്ട്രോബെറിയുടെയും മുന്തിരിയുടെയും കട്ട് പീസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആപ്പിളും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന റേറ്റാണ്. നിങ്ങളിത് ചെയ്ത് നോക്കുക. അതിൻ്റെ എങ്ങനെയുണ്ടെന്നുള്ളത്, ചെയ്തിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് വന്നോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.